അയാളെ കൊന്നു വെച്ചാൽ അയാളെ കൊന്ന് സോഫയിൽ കൊന്നിരുത്തിയിട്ടാണ് വന്നത്. ഇവിടെ ഈ നെറ്റിയിട്ട് ഒരു 3 ഹോളുണ്ടെന്ന് പറഞ്ഞു. ഹോളെന്ന് വെച്ചാൽ ഒന്നിൽ ഗൺ വെച്ച് ഷൂട്ട് ചെയ്തതുപോലെ അല്ലെങ്കിൽ എന്തോ മുനയുള്ള സാധനം വെച്ച് അടിച്ചതുപോലെയാണ് എന്നാണ്. പക്ഷെ അത് 3 സ്ഥലത്തും പോയി വെട്ടിക്കൊലപ്പെടുത്തി വരിക എന്ന് പറഞ്ഞത് നമുക്കൊരു മനുഷ്യന് സഹിക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ പിറം പോലും പെരുക്കുന്നത് കേട്ടു പറയാൻ തന്നെ പറ്റില്ല. ഈ പെൺകുട്ടിയെ മുകളിലൊരു കസേരയിൽ കൊന്നിരുത്തിയിരിക്കുകയായിരുന്നു. അത്രയും ദാരുണമായിട്ടാണ് ആ കൊച്ചിനെ അവൻ കൊന്നേക്കുന്നത്. വളരെ കാരണം ഇത് രാവിലെ 10 മണിക്ക് ശേഷമാണ് ഈ മർഡറെല്ലാം അവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് രാവിലെ ഇവൻ്റെ പാങ്ങോട്ടുള്ളവൻ്റെ വാപ്പാടെ ഉമ്മാടെ വീട്ടിൽ പോയി അവരെ ബാത്റൂമിനകത്ത് കൊന്നിട്ടു. കഴുത്ത് മുറുക്കി കൊന്നെന്നാണ് അറിയാൻ സാധിച്ചത്. കൊന്നിട്ടിട്ട് അവൻ അവിടെ നിന്ന് നേരെ ആറ്റുംപുറത്ത് പോയി. അവരുടെ മാലയും ഒക്കെ കൈക്കലാക്കിക്കൊണ്ടാണ് ആറ്റുംപുറത്ത് പോയത്. ആറ്റുംപുറത്ത് ഇവൻ്റെ വാപ്പാടെ ജ്യേഷ്ഠനും ഭാര്യയാണ്. പുള്ളി ഒരു CRPF ഉദ്യോഗസ്ഥന് റിട്ടയർഡായ ആളാണ്. അവിടെ പോയിട്ട് അയാളെയും കൊന്നു, ഭാര്യയും കൊന്നു. അതിനുശേഷമാണ് അയാളെ കൊന്നു വെച്ചാൽ അയാളെ കൊന്ന് സോഫയിൽ കൊന്നിരുത്തിയിട്ടാണ് വന്നത്. അതും വളരെ ദാരുണമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവൻ നേരെ ഇവിടെ പേരുവനുള്ള സ്വന്തം വീട്ടിലേക്ക് വരുന്നത്. സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ 3:30 മണിക്കാണ് ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അവിടെ അവൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നത്. ആ സമയത്ത് ഇവൻ്റെ അനിയൻ സ്കൂളിൽ പോയിട്ട് അവിടെ വന്നു. അപ്പോൾ ഇവനെയും കൊണ്ട് ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോയി. തിരിച്ച് വരുമ്പോൾ എന്തോ കവറൊക്കെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ മന്തിയോ അങ്ങനെ എന്തോ ഫുഡാണ് കൊണ്ടുവന്ന് അപ്പോൾ അവൻ വരുമ്പോഴത്തേക്കും അവൻ ആട്ടോയിലാണ് വരുന്നത്. കൊച്ചു പയ്യൻ ആട്ടോയിൽ വന്നപ്പോൾ മേളിൽ പോയപ്പോൾ വീട് അടച്ചിരിക്കുന്നു. അങ്ങനെ താഴത്തെ വീട്ടിൽ വന്ന് കുറച്ച് ഇരുന്നതിന് ശേഷമാണ് ഇവൻ വീണ്ടും ബൈക്കിൽ വരുന്നു. ഈ പയ്യനെ വിളിച്ചുകൊണ്ട് നേരെ വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോയി അവിടെ ഈ കൃത്യമെല്ലാം നിർവഹിച്ചവൻ. ഇവരെല്ലാവരെയും ഓരോരുത്തരായിട്ട് അവൻ കൊന്നു. ഈ പെൺകുട്ടിയെ മുകളിലൊരു കസേരയിൽ കൊന്നിരുത്തിയിരിക്കുകയായിരുന്നു. കാരണം ഇത് ഈ പോലീസിനോടൊപ്പം ഇത് അവിടെ പിന്നെ ഈ കതക് പൊട്ടിച്ചകത്തുകാരൻ ഒരു പയ്യുണ്ട്. ആ പയ്യൻ നേരെ പറഞ്ഞാണ്. അപ്പോൾ ഇവർ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ 2 ഡോർ ലോക്കാണ്. അപ്പോൾ ഗ്ലാസ്സിനകത്ത് നോക്കുമ്പോൾ എന്തോ അകത്ത് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വ്യക്തമായിട്ട് കാണാൻ വയ്യ. അവരെങ്ങനെ ഫ്രണ്ട് ഡോറ് പൊട്ടിക്കാൻ നോക്കിയിട്ട് പറ്റില്ല. അങ്ങനെ ബാക്ക് ഡോറ് പൊട്ടിച്ച് അകത്ത് കയറിയപ്പോഴത്തേക്ക് ഹാളിൽ ഒരാൾ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അടുത്ത റൂമിനകത്ത് ഒരാൾ. അത് കഴിഞ്ഞ് ഒരു മേളിൽ കയറിയപ്പോഴത്തേക്ക് ഈ കൊച്ചിനെ ഒരു കസേരയിൽ കൊന്നിരുത്തിയേക്കുന്നതാണ് ഇന്നലെ അറിയാൻ കഴിഞ്ഞു. എന്തായാലും അനിയനും അമ്മയും താഴെ, ഈ കൊച്ചിനെ മുകളിൽ. കൊച്ചിന്നലെ 3:30 മണിക്ക് ശേഷമാണ് അങ്ങോട്ട് പോയതെന്ന് പറഞ്ഞു. ഇത് ഇന്നലെ ഒരു 6 മണിക്ക് എൻ്റെ മോള് വിളിച്ച് പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ ആംബുലൻസ് 2-3 സ്പീഡിന് പോകുന്നു, പെട്ടെന്ന് തിരിച്ച് വരുന്നു. അപ്പോൾ എന്താണ് സംഭവം എന്ന് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ എന്നാലും ജംഗ്ഷനിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഞാനൊരു മീഡിയയുടെ ക്യാമറാമാനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചപ്പോഴും ഒന്നും അറിയില്ല, എന്താ സംഭവിച്ചെന്ന് അറിയുമ്പോൾ ഞാൻ ആക്സിഡൻ്റ് ആണോ എന്തൊന്നും അറിയില്ല. അപ്പോൾ ഇതിനിടയ്ക്കൊരു കടയിൽ വിളിച്ചപ്പോൾ പറഞ്ഞു, ഒരു 1 കിലോമീറ്ററിനകത്താണ് സംഭവിച്ചത്, ആക്സിഡൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം എൻ്റെ കൂട്ടുള്ള മീഡിയാവും വിളിച്ച് പറയാ അതെല്ലാം ഒരു വെട്ടിക്കൊന്ന കേസാണ്, പേരുവനെയാണ്. അപ്പോഴത്തന്നെ സ്പോട്ടിൽ നമ്മൾ പോയി. അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് ആംബുലൻസിൽ എല്ലാവരെയും കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞു. പിന്നെ ചെല്ലുന്നത് നമ്മളാണ്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് പോലീസ് മൊത്തം സീൽ ചെയ്ത് അതിനകത്ത് കയറാൻ പറ്റില്ല. അതിന് ശേഷമാണ് അറിയുന്നത് ഈ പെൺകുട്ടി ആരാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അതിന് ശേഷം അറിഞ്ഞു വന്നപ്പോൾ എൻ്റെ ഒരു റിലേഷനാണ് സുനിൽ, എൻ്റെ മോളുടെ ബന്ധു ആണ്, മോളെ കെട്ടിച്ച റിലേഷനാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര ദാരുണമായ സംഭവമാണ്. ഈ 3 സ്ഥലത്തും പോയി വെട്ടിക്കൊലപ്പെടുത്തി വരിക എന്ന് പറഞ്ഞത് നമുക്കൊരു മനുഷ്യന് സഹിക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ പിറം പോലും പെരുക്കുന്നത് കേട്ടു പറയാൻ തന്നെ പറ്റില്ല. അത്രയ്ക്ക് അതിദാരുണമായ സംഭവം. ഇനി ഒരിക്കലും ഒരു മക്കൾ ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഈ പയ്യനും പെണ്ണുമായിട്ട് നേരത്തെ അടുപ്പം ഉണ്ടാകുന്നതാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് നേരിട്ടറിയില്ല, പറയുന്നത് അങ്ങനെയാണ്. കാരണം ഈ പയ്യൻ വന്ന് വീട്ടിൽ പെണ്ണ് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് കെട്ടിച്ചതിന് ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സത്യമായ കാര്യമാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അടുപ്പം എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും ഒരേ സമയത്താണ് പഠിച്ചതെന്ന് തോന്നുന്നു കുഞ്ഞാട് സ്കൂളിൽ. അങ്ങനെ ആയിരിക്കാം അടുപ്പം വരാൻ സാധ്യതയെന്ന് തോന്നുന്നു. അത്രയും ദാരുണമായിട്ടാണ് ആ കൊച്ചിനെ അവൻ കൊന്നേക്കുന്നത്. വളരെ കാരണം ഇത് ആദ്യം ഈ ബോഡി ഗോകുലം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവിടെ പോയി കണ്ട ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയും ദാരുണമായിട്ടാണ് ഈ കൊച്ചിനെ കൊന്നേക്കുന്നത്. കാരണം ഇവിടെ ഈ നെറ്റിയിട്ട് ഒരു 3 ഹോളുണ്ടെന്ന് പറഞ്ഞു. ഹോളെന്ന് വെച്ചാൽ ഒന്നിൽ ഗൺ വെച്ച് ഷൂട്ട് ചെയ്തതുപോലെ അല്ലെങ്കിൽ എന്തോ മുനയുള്ള സാധനം വെച്ച് അടിച്ചതുപോലെയാണ് എന്നാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത്രയും അതിദാരുണമായിട്ടാണ് ആ കൊച്ചിനെ അവൻ കൊന്നേക്കുന്നത്. ഈ കുട്ടിയെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് പഠിക്കാൻ പോണൊക്കെ വളരെ സൈലൻ്റായിട്ടാണ് പോണത്. ഇന്നലെ 3 മണിക്കാണ് ഇവിടെ നിന്ന് പോയതായിട്ട് അറിയുന്നത്. ട്യൂഷന് പോകണമെന്ന് കൊണ്ടാണ് പോയത്.
പിന്നെ നമ്മളൊക്കെ അറിയപ്പോൾ ന്യൂസിൽ കൂടെയാണ് നമ്മൾ അറിയുന്നത്. ലാസ്റ്റിലാണ് അറിയണത് ഈ കുട്ടിയാണെന്നുള്ളത് വാർത്ത. അത്രേ അറിഞ്ഞുള്ളൂ. 5 പേര് മരിച്ചെന്ന് പറഞ്ഞു. പക്ഷേ ഇതുണ്ടെന്നുള്ളത് പിന്നീടാണ് അറിയുന്നത്. നമ്മളറിയപ്പോൾ ഒരു 8 മണിയായി. PG അഞ്ചൽ ഏതോ ഒരു ക്രിസ്ത്യൻസ് കോളേജാണ്. ഇനി ശരിക്കും അവൻ്റെ അവിടെ തവപ്പൻ്റെ അടുത്ത സഹോദരൻ്റെ അടുത്ത തള്ളയുടെ അടുത്ത് ചോദിച്ചാലേ അറിയാൻ പറ്റും.